Hi guys, it's me Anshit from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എടാ ഈ ഒരൊറ്റ ട്രിക്കിലൂടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാം. സോ എല്ലാവരും നോക്കണേ, ക്ലാസിഫിക്കേഷൻ എലമെന്റ്സിലെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈസി ട്രിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഏത് ഷെല്ലിലേക്കാണോ അല്ലെങ്കിൽ ഏത് സബ് ഷെല്ലിലേക്കാണോ അവസാനമായിട്ട് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്, അതാണ് നമ്മൾ അവിടെ അതിൻ്റെ ബ്ലോക്കായി നമ്മൾ പരിഗണിക്കുക. ഓക്കെ, സോ സബ് ഷെൽ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ, അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ് ഷെല്ലിലേക്കാണോ എൻ്റർ ചെയ്യുന്നത്, അതാണ് നമ്മൾ അവിടെ അയാളുടെ ബ്ലോക്കായി നമ്മൾ പരിഗണിക്കുക. ഇനി പീരിയഡ് ആണെങ്കിൽ അത് എളുപ്പമാണ്. ഏറ്റവും വലിയ നമ്പർ നമ്മൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കിയാൽ മതി. ഓക്കെ, അതെന്താന്നൊക്കെ പറയാവേ, ക്ലിയർ. ഇനി ഗ്രൂപ്പ് ആണെങ്കിൽ എസിനും പിക്കും ഡിക്കും എഫിനും നമ്മൾ വേറെ വേറെ കാറ്റഗറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ പരീക്ഷയ്ക്ക് ഒരിക്കലും എഫ് ബ്ലോക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല. നമ്മൾ പഠിക്കേണ്ടത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, അതുപോലെ തന്നെ ഡി ബ്ലോക്ക് ആണ്. ഓക്കെ, സോ എസ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എസ്സിലെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അവിടെ ഗ്രൂപ്പ് ആയിട്ട് വരിക. ഇനി പി ബ്ലോക്ക് ആണെങ്കിൽ പി ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന്റെ കൂടെ നമ്മൾ ഒരു 12 കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന്റെ കൂടെ ഒരു 12 കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിയിൽ സപ്പോസ് P6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 + 12 എന്ന് ചെയ്യണം. ഇനി ഡി ആണെങ്കിൽ എസ്സിലെ ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഡിയിലെ ഇലക്ട്രോൺസും ആഡ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എസ് ആണെങ്കിൽ എസ്സിലെ ഇലക്ട്രോൺസ് നമ്മൾ നോക്കുക, പി ആണെങ്കിൽ പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന്റെ കൂടെ നമ്മൾ 12 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഡി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോൺസ് നമ്മൾ പരസ്പരം ആഡ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. സോഡിയം ആണ്, ആറ്റോമിക് നമ്പർ 11 ആണ്, കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാലോ, 1s 2s 2p6 3s1. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടേക്കാ എൻ്റർ ചെയ്യുന്നത്, എസ് സബ്ഷെല്ലാണ്. സോ ഇയാളുടെ ബ്ലോക്ക് എസ് എന്ന് വരും. ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 3, അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന്. ഓക്കെ, സോ ഇയാളുടെ പീരിയഡ് അവിടെ 3 എന്ന് വരും. എസ് ആയതുകൊണ്ട് എസ്സിലെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അവിടെ ഗ്രൂപ്പായിട്ട് നമ്മൾ പരിഗണിക്കുക. സോ ഗ്രൂപ്പ് നമ്പർ എന്ത് വരും, 1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. അയൺ ആണ് എക്സാമ്പിൾ, ആറ്റോമിക് നമ്പർ അവിടെ 26 ആണ്, നമ്മൾ കോൺഫിഗറേഷൻ എഴുതി. ലാസ്റ്റ് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്, ഡി സബ്ഷെല്ലാണ്. സോ ഇയാളുടെ ബ്ലോക്ക് ഡി എന്ന് പറയും. ഏറ്റവും വലിയ നമ്പർ ഏതാണ് അവിടെ, 4 ആണ്, അതാണ് ഏറ്റവും വലിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ അയാളുടെ പീരിയഡ് 4 എന്ന് വരും. ഗ്രൂപ്പ് എങ്ങനെയാ ഡി ബ്ലോക്കിന്റെ കണ്ടുപിടിക്കുക, എസ്സിലെ ഇലക്ട്രോൺസും ഡിയിലെ ഇലക്ട്രോൺസും നമ്മൾ ആഡ് ചെയ്യണം. സോ 2 + 6 അവിടെ 8 എന്ന് വരും, 8ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ട്രിക്കുകളും ഷോർട്ട് കട്ടുകളും ഉപയോഗിച്ച് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ഈ വരുന്ന സാറ്റർഡേ ജൂലൈ 6 രാവിലെ 10 മണിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ മുഴുവൻ ടോപ്പിക്കുമായിട്ട് അതിന്റെ 1 ഷോട്ട് സീരീസുമായിട്ട് ഞാൻ വരുന്നു, നമ്മുടെ സ്വന്തം MS സൊല്യൂഷൻ +1 + 2 യൂട്യൂബ് ചാനലിൽ. നിങ്ങൾ ലൈവ് കാണാൻ വേണ്ടി ചെയ്യേണ്ടത് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ തന്നിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫൈ മീ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും ലൈവിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.